ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കുറുമയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കാണുന്ന റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം, നമ്മുടെ വീട്ടിൽ എപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മസാലകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ചിക്കൻ കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഒന്ന് കനകറിഞ്ഞ് മുറിച്ചത് വേണം. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവാള ഒന്ന് നമുക്ക് ഓയിലിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സവാള ഇപ്പം വഴറ്റിയിട്ടല്ല എടുക്കുന്നത്, ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറിയിലേക്ക്. അപ്പോൾ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് മീഡിയം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നീളത്തിൽ മുറിച്ച കുറച്ച് അരി അറിയണം കേട്ടോ. അപ്പം അതിലേക്ക് ഓയിലിലേക്ക് നമുക്ക് ഒന്ന് സവാള ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 10 കാഷ്യൂനട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് കുറച്ച് സമയം മുമ്പേ ഒരു ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ സവാള ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൈ വിടാണ്ട് തന്നെ ഒന്ന് ഇത് ഇളക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മളിപ്പോൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പം നേരത്തെ നമ്മൾ പഞ്ചസാരയെല്ലാം ചേർത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പം ഇതൊന്ന് കോരി മാറ്റാം. നമ്മൾ ഓയിലിനകത്തുനിന്ന് ഇതിനെ കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുക വേണം. അപ്പോൾ നമ്മളെ സവാളയെല്ലാം ഞാനിപ്പോൾ ഓയിലിൻ്റെ അകത്ത് നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത് അതേ ഓയിലിൽ തന്നെയാണ് ഞാനിപ്പം മസാല തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഓയിലെല്ലാം മാറ്റി വെക്കും. നമ്മളിപ്പം ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ ഫ്രൈ ചെയ്യുമ്പോൾ ഈ സെയിം ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഹോളായിട്ടുള്ള കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വഴനയില ബേ ലീഫ് ചേർത്തിട്ടുണ്ട്. 2 കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്. 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. 4 പീസ് ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്നത് ക്യുമിൻ സീഡ്സ് അല്ലെ ജീരകം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് മസാല നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊരു 3/4 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ചേർത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ച പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം മസാലയും തൈരും നമ്മളെ കാഷ്യൂനട്ട് പേസ്റ്റോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയെല്ലാം ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ഒരു 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ചേർത്തതിന് ശേഷം ഈ മസാലയായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ഇതിലേക്ക് നമുക്കൊന്ന് പൊതിഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിന് പകരം ഞാനിപ്പം നേരത്തെ കാഷ്നട്ട് പേസ്റ്റ് അരച്ചല്ലോ, അപ്പോൾ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ വെള്ളം അത് ഞാനിപ്പം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ടൈപ്പിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരുപാട് വെള്ളമുള്ള ടൈപ്പിലല്ല, സെമി ഗ്രേവി ആയിട്ടുള്ള ടൈപ്പിലാണ്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് തുറന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ ഫ്ലേവർ നല്ലൊരു മണം ഉണ്ടാവും, ആദ്യം ചേർക്കുന്ന ഇതിന് പകരം. അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂണ് നെയ്യാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സമയത്ത് ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ കറി ഓൾമോസ്റ്റ് ഓൾ റെഡിയായി. ഇനി ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളെ കറി ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.